ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മുടെ +1 സയൻസിന്റെ എക്സാം ആണ്, +1 CS എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നേരിടാൻ പോകുന്ന പബ്ലിക് എക്സാം ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു 40 തൊട്ട് 45 വരെ മാർക്ക് എടുത്തരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, എല്ലാം റെഡിയില്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഫസ്റ്റ് 3 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. മക്കളെ, ഇത് മാക്സിമം നല്ല പേര്, കാരണം ഒരു 3 മാർക്കിന് ഒരു വരാവുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ മിസ്സാക്കിക്കൊണ്ട് പോകല്ലേ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും, കാരണം ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഒരു പ്രത്യേകം നമ്മളൊരു ബ്രീഫായിട്ട് നോട്ട്, ഓരോ ജനറേഷൻ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു ഫിഗർ കേട്ടോ. ഈ ഒരു ഫിഗർ ചോദിക്കാറുള്ളതാണ്, ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരിക്കലും മിസ്സാക്കിയാൽ നമുക്ക് ഇത്രയും നമ്മളൊരു വെയിറ്റേജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റിന് പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന പറഞ്ഞാൽ കൺവെർഷൻസ് മക്കളെ കേട്ടോ. കൺവെർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു കൺവെർഷൻ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ഒരു നമ്പറിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആ കൺവെർഷൻ കൺവെർഷൻ എല്ലാം നമുക്ക് എന്താണ് അവിടെ ഒരു നല്ല വെയിറ്റിന് വരാറുള്ളതാണ്. പിന്നെ എന്താ മക്കളെ, പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ ലോജിക്കൽ ഗേറ്റ്സ്, ദെൻ ഡിമോർഗൻസ് തിയറം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യം, അതായത് ഫോർ എക്സാമ്പിൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ വരാം മക്കളെ, ക്വസ്റ്റ്യൻസ് എന്താണ്, എക്സ്പ്ലെയിൻ ആൻഡ് ഗേറ്റ്, എക്സ്പ്ലെയിൻ നോട്ട് ഗേറ്റ്, അങ്ങനെയൊക്കെ വരാം കേട്ടോ. പിന്നെ മക്കളെ, ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്യാറ്റ് റെപ്രസെൻറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ, ആസ്കി, EBCD, സിബോള മെത്തേഡ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിരിക്കുക. പിന്നെ മക്കളെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഈ പറഞ്ഞുള്ള ബോഡിയിൽ ലോജിക്കൽ സർക്യൂട്ട് വരയ്ക്കും, ഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വിചാരിക്കും സാറേ അത് ഫസ്റ്റ് ടൈമിൻ്റെ പോഷല്ലയോ സെക്കൻഡ് ടൈമിന് ചോദിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. മക്കളെ, അത് പേടിക്കേണ്ട കാര്യമില്ല, ചോദിക്കും കേട്ടോ, ചോദിച്ചിരിക്കും, അതിലൊരു മാറ്റമില്ല, കോംപ്രമൈസ് ഇല്ല കേട്ടോ. യെസ് ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, CP രജിസ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരുന്നതാണ്. CP എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഫസ്റ്റ് ഈ പറഞ്ഞ അക്യുമുലേറ്റർ, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് MAR, MBR, ഇതാണ് PC, ദെൻ പിന്നെ IR, ഇതെല്ലാം എന്താണ് അതിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ പാർട്സുകളിൽ. അപ്പോൾ അതൊക്കെ എന്താണ് ജസ്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കുക. പിന്നെ മക്കളെ നോക്കിക്കൊണ്ട് കൊണ്ടുവരായിട്ടാണ് EVSറ്റും ഡിസ്പോസൽ മെത്തേഡ്സും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ്സാക്കി കളയില്ല, കാരണം ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. എക്സാമിനാണ് ഉറപ്പിച്ച് വെച്ചേക്കുക. ആ ഉറപ്പിച്ച് വെച്ചേക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ എക്സ്പ്ലെയിൻ EVS ഡിസ്പോസൽ മെത്തേഡ്സ്. ഒരിക്കലും തിരിഞ്ഞു പോയല്ലോ കേട്ടോ. ഓക്കെ, പിന്നെ മക്കളെ 5 മാർക്കിൻ്റെ എസ്സേ കേട്ടോ. 5 മാർക്കിൻ്റെ എസ്സേക്കാണെങ്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ 5 ഇൻപുട്ട് ഡിവൈസ്. 5 ഇൻപുട്ട് ഡിവൈസ് ചോദിക്കുക ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് എസ്സേ പാർട്ടിലാണെങ്കിൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വരാം മക്കളെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അല്ലാതെ വേണമെങ്കിൽ പാർട്ട് വൈസ് ആണ് ഒരു ഇൻപുട്ട് ഡിവൈസ് വേണമെങ്കിൽ പറയാം കേട്ടോ. അഥവാ ഒരു 3 മാർക്കിന് വേണമെങ്കിൽ എന്തായാലും മിനിമം ഒരു 3 മാർക്കിനെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ചോദിച്ചിരിക്കും കേട്ടോ. അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ ലിസ്റ്റ് ആണെങ്കിൽ ഒരു 3 എണ്ണെങ്കിലും പഠിച്ചു വെച്ചേ, മിനിമം ഒരു 3 എണ്ണം പഠിച്ചു വെച്ചേക്കുക, മാക്സിമം ഒരു 5-6 പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, പിന്നെ നമുക്കാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം സോൾവിങ്. അപ്പോൾ അവിടെ എന്താണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്. സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെയൊക്കെ ഫ്ലോ ചാർട്ട് വരച്ച് ചോദിക്കും. പിന്നെ 1 തൊട്ട് 10 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അതൊക്കെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനായിട്ട് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നതാണ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ തന്നെ ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് മിസ്സാക്കി കളയരുത് കേട്ടോ. എന്താണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ആ ഡോക്യുമെന്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് അവിടെ നമുക്ക് മിസ്സാക്കി കളയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, യെസ്. പിന്നെന്താണ് മക്കളെ, പിന്നെ നമുക്കാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ടോക്കൺ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ടോക്കൺസ് എന്താണ്? ടോക്കൺസ് ആണ് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ടോക്കൺസ്, കാരണം ഈ ചാപ്റ്ററിൽ ആകെ ടോക്കൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്കൺ പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടോക്കൺ പഠിച്ചിരിക്കുക, മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഐറ്റമാണ് അല്ലേ. യെസ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയാം, നമുക്ക് ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ വരാറുണ്ട് കേട്ടോ. ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഐഡന്റിഫൈ എന്നിട്ട് അത് ഇൻവാലിഡ് ആകാനുള്ള റീസൺ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരാറില്ല കേട്ടോ. അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വരാറില്ല. അപ്പോൾ അതിനെ ഐഡന്റിഫൈ റൂൾസ് പഠിച്ചിരിക്കുക. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? പിന്നെന്താണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഓക്കെ, C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ചോദിക്കും. നമ്മുടെ ഹാഷിംഗ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫൈ ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ചോദിക്കും. സ്ട്രക്ചർ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 5 മാർക്കിന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രീപ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഈ പറഞ്ഞ ഹെഡർ ഫയൽ എന്താണ്, കോൺസെപ്റ്റ് ഓഫ് നെയിം സ്പേസ് എന്താണ്, മെയിൻ ഫംഗ്ഷൻ എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം.
പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമോടെ എഴുതുന്നത് നല്ലതായിരിക്കും. എക്സാമ്പിൾ പ്രോഗ്രാമോടെ എഴുതുന്നത് കുറച്ച് നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വെക്കാം എക്സ്പ്ലെയിൻ ടൈപ്പ് കൺവേർഷൻ C++. നമുക്ക് ടൈപ്പ് കൺവേർഷൻസ് ഏതൊക്കെയാടാ? ടൈപ്പ് കൺവേർഷൻ ആണെങ്കിൽ ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൺവേർഷൻ സെപ്പറേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ സൂട്ടബിൾ എക്സാമ്പിൾസ് അതും പഠിച്ചിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. വാട്ട് ഈസ് ഫോർ ലൂപ്പ്? എന്താണ് മക്കളെ ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ് മക്കളെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ് എന്താണ്? ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു എൻട്രി കണ്ട ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ്, അപ്പോൾ ഇതിനകത്ത് സിൻടാക്സ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഫോറ് വൈല് ഡു വൈൽ ഇത് ഫുള്ള് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഫുള്ള് സിൻടാക്സ് കാരണം ഈ ചാപ്റ്ററിൽ ഫുള്ള് സിൻടാക്സ് ആണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനാണ്. സോ അതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വിട്ടുവാണ് ബ്രേക്ക് എന്നാണ്. ബ്രേക്ക് കണ്ടിന്യൂ ഡിഫറൻസ് മക്കളെ, ഇതും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിസ്സാക്കി കളയല്ലേ. ഇത് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മിസ്സാക്കി കളയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊരിക്കലും മിസ്സാക്കി കളയാം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ലിസ്റ്റ് പാർട്സ് ഓഫ് ലൂപ്പ്. ലൂപ്പിൻ്റെ പാർട്സ് മക്കളെ ഇതൊക്കെ ഇനിഷ്യലാണ്. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ് അവിടെ ഉൾപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഉൾപ്പെടുത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. നെക്സ്റ്റ് നോക്കാം എക്സ്പ്ലെയിൻ ബബിൾ സോർട്ട്. എന്താണ് ബബിൾ സോർട്ട്? കാരണം നമ്മൾ അറിയുന്ന പറഞ്ഞ ചാപ്റ്ററിലാണെങ്കിൽ 4 അൽഗോരിതംസ് ഉണ്ട്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ദെൻ പിന്നെ ആണെങ്കിൽ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. 4 അൽഗോരിതംസ് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഒരിക്കലും അത് പഠിക്കാതെ മിസ്സാക്കിക്കൊണ്ട് പോകല്. അത് പഠിച്ച് നിങ്ങൾ സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് നോക്കാം അതിൻ്റെ വിത്ത് സ്യൂട്ടബിൾ ആണ്. എക്സാമ്പിൾ സഹിതം പഠിച്ചിരിക്കണം. ഒരിക്കലും എക്സാമ്പിൾ ഒഴിവാക്കണം എന്നല്ല അവിടെ വേണമെങ്കിൽ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം എക്സ്പ്ലെയിൻ മെമ്മറി അലോക്കേഷൻ. സ്ട്രിങ്ങിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് 1/8 നൾ ക്യാരക്ടർ കേട്ടോ. അപ്പോൾ ആ ഒരു മെമ്മറി അലോക്കേഷൻ മെത്തേഡ് ഫുള്ളായിട്ട് പഠിച്ചിരിക്കുക. അത് എക്സാമ്പിൾ സഹിതം പഠിച്ചിരിക്കുക കേട്ടോ. ഒരിക്കലും മിസ്സാക്കി കളയല്. നെക്സ്റ്റ് നോക്കാം ഡിഫറൻഷിയേറ്റ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്? എന്താണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്? അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ബോക്സ് സഹിതം പഠിച്ചിട്ടുണ്ട്. ആ ബോക്സ് സഹിതമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല വെയിറ്റേജ് മാർക്ക് നേടിത്തരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ്. ഒരിക്കലും മിസ്സാക്കി കളയല്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ. പിന്നെ പ്രത്യേകം പറയുകയാണ് മക്കളെ, നാളെ നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. അതിൻ്റെ തൊട്ട് പിറ്റേന്ന് സൂപ്പർ സിസ്റ്റം ഉണ്ട്. നാളെയാണോ? ഓക്കെ, നാളെ തന്നെ. ഓക്കെ, അപ്പോൾ നാളെ മെഗാ മാരത്തോൺ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിറ്റേന്നാണെങ്കിൽ സൂപ്പർ സിസ്റ്റം ഉണ്ട്. ഷുവറായിട്ട് മറ്റേനാൾ എക്സാമിന് നമ്മൾ പേപ്പർ ചോർത്തിയിട്ടൊന്നുമല്ല മക്കളെ. നമ്മൾ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കും. നിങ്ങളെപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷ അടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അധ്യാപകർ. ഇവിടുത്തെ ഓരോ സൈലത്തിൽ ഓരോ അധ്യാപകർ അങ്ങനെ കേട്ടോ കൂടെ പഠിക്കും. കൂടെ എന്താണ് ഓരോ സൈറ്റുകൾ റെഫർ ചെയ്യും. ഓരോ സൈറ്റിൽ റെഫർ ചെയ്തിട്ട് വളരെ വളരെ എന്തൊക്കെയാണ് വെറൈറ്റി ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് എടുക്കും. എന്നിട്ടാണെങ്കിൽ ഈ പ്രീവിയസ് ഇയർ അതിനേക്കാൾ ഉപരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യും. പിന്നെയാണെങ്കിൽ എന്താ മക്കളെ പിന്നെ പല ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യും. പിന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്ക് എല്ലാം റെഫർ ചെയ്തിട്ടാണെങ്കിൽ അവിടുന്ന് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് മക്കളെ അത് 100% ജെന്യൂൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കൈപ്പുണ്യം എന്ന് പറയും മക്കളെ, അല്ല വേറെ ഒന്നുമല്ല. ഒരിക്കലും സൈലം കള്ളത്തരത്തിലൂടെ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് മക്കളെ എന്ത് ചെയ്യണം, നമുക്ക് മാത്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പഠിക്കുക, സൈലത്തെ ട്രസ്റ്റ് ചെയ്ത് പഠിക്കുക മക്കളെ. നമുക്ക് മെഗാ മാരത്തോണും സൂപ്പർ സിസ്റ്റം തന്നെ നിങ്ങൾ അടിച്ച് പഠിച്ചും പഠിക്കാം മക്കളെ. അപ്പം ഓക്കെ, യെസ്.